എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത പാർട്ട് നോക്കാം. വരയുടെ സമവാക്യം. അതായത് എന്താ വരയുടെ സമവാക്യം എന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. എങ്ങനെയാണ് ഒരു ലൈൻ, ഒരു വര, ആ വരയുടെ സമവാക്യം അഥവാ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അതിൽ വലിയ വിശദീകരണങ്ങളൊന്നുമില്ല. എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്താണ് അത്യാവശ്യം അത് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം, അതായത് ഒരു പോയിൻറ്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം, അത് ഫസ്റ്റ് പഠിക്കും. സെക്കൻഡ് എന്ത് പഠിക്കും? 2 പോയിൻ്റ്, ഒരു വരയിലെ 2 പോയിൻറ്റുകൾ തന്നിട്ട് എങ്ങനെ നമ്മൾ ഇക്വേഷൻ എഴുതാം, സമവാക്യം എഴുതാം, അതും പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം? ഒരു ബിന്ദു തന്നിട്ടുണ്ട്, പിന്നെന്ത് തന്നിട്ടുണ്ട്? ചെരിവും തന്നിട്ടുണ്ട്. അതായത് എന്താ, ഒരു പോയിൻ്റ്, ആ ലൈനിലുള്ള ഒരു പോയിൻറ്റും പിന്നെ എന്താ സ്ലോപ്പ്. വെൻ 1 പോയിൻ്റ് ആൻഡ് സ്ലോപ്പ് ആർ ഗിവൺ. അതായത് ഒരു ബിന്ദു, ഒരു ആ വരയുടെ ചെരിവും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ സമവാക്യം എഴുതാം, അത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇപ്പോൾ തന്നിരിക്കണ ബിന്ദു x1 y1 ആണെന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യനിൽ കറക്റ്റ് നമ്പേഴ്സായിട്ട് തരും. ഇപ്പോൾ ഞാനിവിടെ x1 y1 എടുത്തിരിക്കണേ. തന്നിരിക്കണ ബിന്ദു എന്താ? x1 y1. അത് 1 2 2 3 അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനിലൊക്കെ തരാം. ഇനി ചെരിവ് തന്നിട്ടുണ്ട്. ചെരിവ് എന്താ? സ്ലോപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇക്വേഷൻ അഥവാ സമവാക്യം? ആ വരയുടെ സമവാക്യം എന്താ? വരയിലുള്ളൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ തന്നു, ചെരിവും തന്നു. മനസ്സിലായല്ലോ? ആ വരയുടെ സമവാക്യം, ഇക്വേഷൻ ഓഫ് ദാറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. y മൈനസ് y1 സമം സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1, അഥവാ y മൈനസ് y1 ഈക്വൽ ടു ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1. മനസ്സിലായല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതല്ല നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്ന് അല്ലേ? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? y സൂചക സംഖ്യകൾ, ഒരു വരയിലെ ബിന്ദുക്കളുടെ y സൂചക സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിനോട് കൂടി എന്ത് ഗുണിച്ചതാണ്? ഒരു നിശ്ചിത സംഖ്യ. ആ നിശ്ചിത സംഖ്യയാണ് എന്തെന്ന് പഠിച്ചു? സ്ലോപ്പ് എന്ന് പഠിച്ചു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ. വേറെ പുതിയ ഇക്വേഷനൊന്നുമില്ല, ഈ സെയിം ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ വൈക്ക് വൈ എന്ന് തന്നെ കൊടുക്കും, എക്സിന് എന്തെന്ന് കൊടുക്കും? എക്സ് എന്ന് തന്നെ കൊടുക്കും. ഈ എക്സ് വൈ എന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണ? എക്സ് വൈ ആ വരയിലൊരു പോയിൻ്റാണെന്ന് വിചാരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതണത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ, സമവാക്യം എഴുതുമ്പോൾ എങ്ങനെ തന്നെ കിട്ടണം? വൈയുടെ ടേംസ് ഉണ്ടാവണം, എക്സിൻ്റെ ടേംസും ഉണ്ടാവണം. അപ്പോൾ വൈക്ക് ഇനി വേറെ പോയിൻ്റ് ഇതൊന്നും കൊടുക്കരുത്, വൈ എന്ന് തന്നെ ഇടാം. y1 ആണ് തന്നിരിക്കുന്ന പോയിൻറ്റിലെ y സൂചക സംഖ്യ, x1 ആണ് തന്നിരിക്കുന്ന ബിന്ദുവിൻ്റെ എക്സ് സൂചക സംഖ്യ. എക്സിനെ എക്സ് എന്ന് തന്നെ ഇടാം, വൈനെ വൈ എന്നും ഇടാം. ചെരിവ് തന്നിട്ടുണ്ട്, ആ ചെരിവ് ഇവിടെ കൊടുക്കാം. മനസ്സിലായല്ലോ? എന്നിട്ട് ആ സമവാക്യം നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് സിമ്പിൾ ഫോമിൽ എഴുതി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരയുടെ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ദാറ്റ് ലൈൻ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ബിന്ദുവും ചെരിവും തന്നാൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഒരു ബിന്ദുവും ചെരിവും തന്നാൽ ഇക്വേഷൻ എന്താ? പഠിച്ച ഇക്വേഷൻ തന്നെ, y മൈനസ് y1 ഈക്വൽ ടു ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1, അഥവാ സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ y2 മൈനസിന് പകരം എന്താ? y മൈനസ്. ഇവിടെ x2 മൈനസിന് പകരം x മൈനസ്. അത്ര വ്യത്യാസമുള്ളൂ. ഇത്ര മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കാം, ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന്. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടാവും. 2 പോയിൻറ്റ്സ് ആയിരിക്കും നമുക്ക് എന്ത് തന്നിരിക്കുന്നത്. അതായത് 2 ബിന്ദുക്കൾ തന്നാൽ എങ്ങനെ ഇക്വേഷൻ എഴുതും, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ദ സ്ലോപ്പ്. അതായത് എന്താ? ചെരിവ് കണ്ടുപിടിക്കുക. 2 ബിന്ദുക്കൾ തന്നു കഴിഞ്ഞാൽ പിന്നെ ചെരിവ് കണ്ടുപിടിക്കാൻ അറിയാലോ. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് എന്ത്? സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഇപ്പോൾ 2 ബിന്ദുക്കളെ ഏതായിട്ട് എടുക്കാം? x1 y1 ആൻഡ് x2 y2 ആണ് തന്നിരിക്കുന്ന 2 ബിന്ദുക്കളെന്ന് വിചാരിക്കാം.
2 ബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്പേഴ്സായിട്ട് തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെ തരും? ഇപ്പോൾ 1 2 അല്ലെങ്കിൽ 3 5 എന്ന് പറഞ്ഞിട്ട് 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ നമുക്ക് തരും. കോർഡിനേറ്റ്സ് ഓഫ് 2 പോയിൻറ്റ്സ് നമുക്ക് തരും. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കലാണ്. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 അല്ലേ? തന്നിരിക്കണം ആ ബിന്ദുവിൻ്റെ y സൂചക സംഖ്യകളുടെ വ്യത്യാസം ബൈ x സൂചക സംഖ്യകളുടെ വ്യത്യാസം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി അല്ലേ? എന്ത് കിട്ടി? സ്ലോപ്പ് അഥവാ ചെരിവ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി, ചെരിവ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ x1 y1 എടുക്കാം. ഇനി x2 y2ന് നമുക്ക് ആവശ്യമില്ല. ഫസ്റ്റ് x1 y1 മാത്രമേ ഇനി x1 y1 മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്ന 2 പോയിൻറ്റ്സ് ഇതാണ്, x1 y1ഉം. പിന്നെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആര് വേണം? എക്സും വൈയും വേണം. ഇനി ഈ 2 പോയിൻ്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതാം. ഈ 2 പോയിൻ്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. എന്താ? y മൈനസ് y1 സമം സ്ലോപ്പ് അഥവാ ചെരിവ്. ചെരിവ് നമ്മളെ ഇതിന് വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ചെരിവ് തന്നിട്ടില്ല. നേരത്തേൽ എന്തുണ്ടായിരുന്നു? ചെരിവ് തന്നിരുന്നു, ഈ പോയിൻറ്റും തന്നിരുന്നു. ഇവിടെ 2 പോയിൻറ്റ്സ് തന്നു, ചെരിവ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പോൾ ചെരിവ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിൻ്റ് എടുക്കാം. ഈ പോയിൻറ്റിൻ്റെ ആവശ്യമില്ല. ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈയും എക്സിനും ഒന്നും ചെയ്യേണ്ട. അങ്ങനെ തന്നെ എക്സെന്നും വൈയെന്നും തന്നെ എഴുതാം. y1 x1ഉം തന്നിരിക്കണത് ഏതാ പോയിൻ്റ് എന്ന് വെച്ചാൽ അത് കൊടുക്കുക. സ്ലോപ്പ് കണ്ടുപിടിച്ചതും കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എഴുതാം. മനസ്സിലായില്ല? എളുപ്പമല്ലേ? അതായത് നമ്മൾ ഈ ചാപ്റ്റർ ഇങ്ങനെ തുടങ്ങി കേൾക്കണ ഒരു കാര്യമാണ്. എന്ത്? ഈ y2 മൈനസ് y1 സമം x2 സ്ലോപ്പ് ഇൻറ്റു x2 മൈനസ് x1, അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ഇവിടെ y2ന് പകരം ഇവിടെ നമ്മൾ y എഴുതി, x2ന് പകരം x എന്നും എഴുതി. മനസ്സിലായല്ലോ? അപ്പോൾ 2 ബിന്ദുക്കളും ചെരിവും തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ബിന്ദുക്കൾ ഇവിടെ x1 y1 ആയിട്ട് കൊടുക്കുക, ചെരിവും ഇവിടെ കൊടുക്കുക. ഒരു ബിന്ദുവും ചെരിവും തന്നാൽ ഇനി 2 ബിന്ദുക്കൾ തന്നാൽ ആദ്യം ചെരിവ് കണ്ടുപിടിക്കുക, അതിന് ശേഷം ഈ ബിന്ദു എടുക്കുക, എന്നിട്ട് നമുക്ക് ചെരിവിൽ കൊടുക്കുക. മനസ്സിലായല്ലോ? ഈ ബിന്ദു എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാലോ. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കാം. വരയുടെ സമവാക്യം. ഇതിൽ പേജ് നമ്പർ 251 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ ജോഡി ബിന്ദുക്കളെയും യോജിപ്പിക്കുന്ന വരകളുടെ സമവാക്യം കണ്ടുപിടിക്കുക. അപ്പോൾ 2 ബിന്ദുക്കളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 ബിന്ദുക്കൾ തരുമ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് കാണേണ്ടത്? ചെരിവ് കാണണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 0 1 1 അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 0 0 അതായത് ഏതാ? ഒറിജിൻ അല്ലേ? പിന്നെ അടുത്ത ബിന്ദു ഏതാ? 1 1. അപ്പോൾ 2 ബിന്ദുക്കൾ, ഒരു വരയിലുള്ള 2 ബിന്ദുക്കൾ തന്നിട്ടുണ്ട്. 0 0 1 1. ഇനി ഇതിൽ നമുക്ക് ആദ്യം ചെരിവ് കണ്ടുപിടിക്കാം. ചെരിവ്, നിങ്ങളെന്തെങ്കിലും സൗണ്ട് ഇടയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, എൻ്റെ പട്ടിക്കുട്ടി കൂർക്കം വലിക്കണതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ x1 y1. ഇതെന്തെടുക്കാം? x2 y2 അല്ലേ? അപ്പോൾ ചെരിവ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ എന്താ കാണണ്ടേ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇവിടുത്തെ y2 എന്താ? 1 മൈനസ് y1 0 ബൈ x2 എന്താ? 1 തന്നെ മൈനസ് 0. അപ്പോൾ എന്താ? 1 ബൈ 1 സമം 1. കിട്ടിയില്ല? അപ്പോൾ ചെരിവ് സ്ലോപ്പ് എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷനിൽ എന്താ കൊടുക്കണ്ടേ? എക്സ് മൈനസ് x1 y മൈനസ് y1 സമം എന്താ? സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ ഇവിടെ വൈക്ക് y എന്ന് തന്നെ കൊടുക്കാം. ഇനി y1 എന്താ ഇവിടെ? 0. അപ്പോൾ y മൈനസ് 0 സമം സ്ലോപ്പ് എന്താ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് 1.
1 ഇൻറ്റു എക്സ് മൈനസ് x1 0 തന്നെ. അതായത് എന്താ y മൈനസ് 0 y സമം 1 ഇൻറ്റു എക്സ് മൈനസ് 0 എന്താ എക്സ്. അതായത് ഈ വരയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു വൈ അഥവാ വൈ ഈക്വൽ ടു എന്താ എക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിത്ത് 2 പോയിൻറ്റ്സ് ഏതൊക്കെയാ? 0 0 1 1. അതായത് 0 0 1 1 എന്ന പോയിന്റിൽ എന്ന പോയിന്റുകളുള്ള വരയുടെ, അതായത് ഒരു ലൈൻ അതിൽ 2 പോയിൻ്റാണ് എന്ത്? 0 0 സൂചക സംഖ്യയുള്ള പോയിൻറ്റും 1 1 എന്ന കോർഡിനേറ്റ്സ് ഉള്ള പോയിൻറ്റും. ഈ 2 ബിന്ദുക്കളും ഉള്ള ഈ വരയുടെ സമവാക്യമാണ് എന്ത്? എക്സ് സമം വൈ. ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ എക്സിൻ്റെ ഈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. എക്സ് ഈക്വൽ ടു വൈ, ഇവിടുത്തെ കോർഡിനേറ്റ്സ് നോക്കിയാൽ 0 0, എക്സും വൈയും എന്ത് തന്നെയാണ്? ഈക്വലാണ്. ഇവിടെയും എന്താ 1 1 ഈക്വൽ അല്ലേ? ഇങ്ങനെയാണ് ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി എക്സിൻ്റെയും വൈയുടെയും വാല്യൂ. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ അടുത്ത 2 പോയിൻ്റ് നോക്കാം. അടുത്ത പോയിൻ്റ് 0 0 1 നെഗറ്റീവ് 1. 0 0 1 നെഗറ്റീവ് 1. മനസ്സിലായില്ല? അപ്പോൾ 0 0 തന്നെ x1 y1, 1 നെഗറ്റീവ് 1 എന്തായി? x2 y2 ആയി. ഇനി നമുക്ക് ആദ്യം തന്നെ സ്ലോപ്പ് അഥവാ ചരിവ് കണ്ടുപിടിക്കാം. y2 മൈനസ് y1. y2 എന്താ ഇവിടെ? നെഗറ്റീവ് 1 മൈനസ് 0. x2 എന്താ? 1 മൈനസ് 0. x1 0 ആണ്. അപ്പോൾ നെഗറ്റീവ് 1/1, നെഗറ്റീവ് 1/1 എന്താ? നെഗറ്റീവ് 1. അപ്പോൾ ചെരിവ് എന്ത് കിട്ടി? നെഗറ്റീവ് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ എഴുതാലോ. y മൈനസ് y1 ഇൻറ്റു എന്താ? y മൈനസ് y1 സമം ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് വൈക്ക് y തന്നെ ഇടാം. y1 പകരം y1 വാല്യൂ കൊടുക്കുക 0 സമം ചെരിവിൻ്റെ വാല്യൂ കൊടുക്കുക നെഗറ്റീവ് 1 ഇൻറ്റു എക്സ് മൈനസ് x1 വാല്യൂ എന്താ? 0. y മൈനസ് 0 y. നെഗറ്റീവ് 1 ഇൻറ്റു എക്സ് മൈനസ് 0 എക്സ്. അതായത് y ഈക്വൽ ടു എന്താ? നെഗറ്റീവ് എക്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു നെഗറ്റീവ് എക്സ്. ഇവിടെ നോക്കിയേ 0, എക്സ് എന്താ? 0 ആണ്, y എന്താ? 0. അപ്പോൾ 0 0 അതങ്ങനെ പോയി. അടുത്തത് നോക്കാം. y എന്താ? 1, y നെഗറ്റീവ് 1. അപ്പോൾ എക്സ് എന്താ? എക്സിൻ്റെ നെഗറ്റീവാണ് y. അങ്ങനെ വിചാരിക്കാമല്ലോ. എക്സിൻ്റെ നെഗറ്റീവ് എടുത്താൽ y കിട്ടി. അപ്പോൾ എക്സ് ഇവിടെ 1 ആണെങ്കിൽ y എന്ത് കിട്ടി? നെഗറ്റീവ്. ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഈ എക്സിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തായി? എക്സ് പ്ലസ് വൈ ആയില്ലേ? അല്ലെങ്കിൽ y പ്ലസ് എക്സ് ഈക്വൽ ടു 0 ഇങ്ങനെയും എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയും ഇക്വേഷനായിട്ട് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്ത 2 പോയിൻറ്റ്സ് 1 0 0 1. ഇതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? x1 y1 x2 y2. ഫസ്റ്റ് ചെരിവ് അഥവാ സ്ലോപ്പ് y2 മൈനസ് y1 1 മൈനസ് 0 പൈ x2 മൈനസ് x1 0 മൈനസ് 1 1 മൈനസ് 0 1 0 മൈനസ് 1 മൈനസ് 1. അപ്പോൾ എന്തായി? 1 നെഗറ്റീവ് 1 എന്താ? നെഗറ്റീവ് 1. ചെരിവ് കിട്ടി നെഗറ്റീവ് 1. ഇനി എന്താ സമവാക്യം? എന്താ? എക്സ് മൈനസ്, എപ്പോഴും എക്സ് മൈനസ് ആണല്ലോ, y മൈനസ് y1 സമം എന്താ? സ്ലോപ്പ് അഥവാ ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1. y മൈനസ് y1 ഇവിടെ എന്താ? 0. സ്ലോപ്പ് എത്രയാ? നെഗറ്റീവ് 1 ഇൻറ്റു എക്സ് മൈനസ് x1 ഇവിടെ എത്രയാ? 1. അപ്പോൾ y മൈനസ് 0 y. ഇനി നെഗറ്റീവ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. അപ്പോൾ നെഗറ്റീവ് 1 ഇങ്ങോട്ടേക്കും ഗുണിക്കുക. നെഗറ്റീവ് 1 ഇൻറ്റു എക്സ് എന്താ? നെഗറ്റീവ് എക്സ്. ഇനി നെഗറ്റീവ് 1 ഇൻറ്റു നെഗറ്റീവ് 1 പോസിറ്റീവ് 1. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം.
അപ്പോൾ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി പോസിറ്റീവ് എക്സ് ആയില്ലേ. അപ്പോൾ എക്സ് ഇവിടെ എന്തുണ്ട് പോസിറ്റീവ് വൈ ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 1 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. എക്സ് പ്ലസ് വൈ മൈനസ് 1 സമം 0. ഈ ഒന്നിനും കൂടി ഇങ്ങോട്ടേക്ക് എടുത്തിട്ടും എഴുതാം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഈ 2 പോയിൻറ്റ്സ് ഉള്ള ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലോ. എക്സ് പ്ലസ് വൈ മൈനസ് 1 ഇതാണ് വരയുടെ സമവാക്യം. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ പോയിൻ്റ് -1 0 0 മൈനസ് 1. x1 y1 x2 y2. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ചെരിവ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. y2 മൈനസ് y1 എന്താ? y2 -1 y1 0. ഇനി x2 മൈനസ് x1 x2 0 മൈനസ് x1 എന്താ? -1. അപ്പോൾ ഇതെന്തായി? -1 മൈനസ് 0 എന്താ? -1 തന്നെ. ഇനി 0 മൈനസ് -1 0 മൈനസ് -1 എന്താ? 0 പ്ലസ് 1 അല്ലേ? ഇതെന്തായി മാറി? 0 പ്ലസ് 1 ആയി അല്ലേ? ഇവിടെ 2 നെഗറ്റീവ് വന്നാൽ ഇവിടെ എന്താവും? പോസിറ്റീവ്. അപ്പോൾ -1/0 പ്ലസ് 1 എന്താ? 1. -1/1 എന്താ? -1. ചെരിവ് -1 കിട്ടി. ഇനി നമുക്ക് സമവാക്യം y മൈനസ് y1 സമം സ്ലോപ്പ് അഥവാ ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1 കൊടുക്കാം. വൈക്ക് y എന്ന് തന്നെ കൊടുക്കാം. y1 ഇവിടെ എന്താ? 0 സമം ചെരിവ് -1 ഇൻറ്റു എക്സ് മൈനസ് x1 എന്താ? അവിടെ -1. അപ്പോൾ നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് എഴുതിക്കോളൂ. വെറുതെ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെറുതെ 1 എന്ന് എഴുതി വെക്കരുത്. എക്സ് മൈനസ് x1 ആണ്. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഓൾറെഡി ഇക്വേഷനിലുണ്ട്. ഇനി x1നും ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ 2 മൈനസ് ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ y മൈനസ് 0 എന്തായി? y ആയി. ഇനി ഇതെന്തായി? -1 ഇൻറ്റു ഇവിടെ 2 ഇത് വന്നാൽ ഞാൻ എപ്പോഴും പറയും 2 ചിഹ്നം വേണ്ട, ഒരു നമ്പറിന് ഒരു ചിഹ്നം മതി. അപ്പോൾ നമ്മൾ ഈ 2 എണ്ണത്തിന് എന്താക്കാം? 1 ആക്കണം. നെഗറ്റീവ് വരുമ്പോൾ എന്തായി? പോസിറ്റീവ്. അപ്പോൾ 1ൻ്റെ ചിഹ്നം എന്താ? പോസിറ്റീവ്. അപ്പോൾ ഇതെന്തായി? എക്സ് പ്ലസ് 1 ആയി. ഇനി ഈ -1 കൊണ്ട് ഈ എക്സിനെയും ഗുണിക്കുക 1നെയും ഗുണിക്കുക. അപ്പോൾ എന്തായി? -1 ഇൻറ്റു എക്സ് -x -1 ഇൻറ്റു 1 എന്താ? -1. ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇത് പ്ലസ് എക്സ് ആയി. എക്സ് പ്ലസ് വൈ ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് +1 ആയി സമം. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0. ഇതാണ് സമവാക്യം. അപ്പോൾ വരയുടെ സമവാക്യം കിട്ടിയില്ലോ. എക്സ് പ്ലസ് വൈ പ്ലസ് 1 സമം 0. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ സമം -1. ഇവിടെ നോക്കി നോക്കിയേ, ഇവിടുത്തെ എക്സും വൈയും കൂട്ടി നോക്കിയേ, -1 അല്ലേ കിട്ടണേ. ഇവിടുത്തെ എക്സും വൈയും കൂട്ടിയാലും എന്ത് തന്നെയാണ് കിട്ടുക? -1. ഇനിയാണ് കറക്റ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. -1 3 2 5 യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക. ഇതാണ് ബിന്ദുക്കൾ. മനസ്സിലായല്ലോ. അപ്പോൾ 2 ബിന്ദുക്കൾ എന്ത് കിട്ടി? -1 3 2 5 ആണ് 2 ബിന്ദുക്കൾ. ഇവ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം. അപ്പോൾ വരയുടെ സമവാക്യത്തിന് 2 ബിന്ദുക്കൾ തന്നതിന് എന്താ ആദ്യം കാണേണ്ടത്? ചെരിവ് കാണുക. ചെരിവ് എന്താ? സ്ലോപ്പ്. അപ്പോൾ ഇവിടെ x1 y1 എടുത്തു, x2 y2 എടുത്തു. ചെരിവെന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇവിടെ y2 എന്ത് കിട്ടി? 5 മൈനസ് y1 3 ബൈ x2 എന്ത് കിട്ടി? 2 മൈനസ് x1 എന്താ? -1. അപ്പോൾ 5 മൈനസ് 3 2
ഇവിടെ മൈനസും മൈനസും വരുമ്പോൾ എന്തായി പ്ലസ് ആയി അല്ലേ. അപ്പോൾ ഇതെന്താ 5-3/2+1, അതായത് എന്താ 2 1 3. അപ്പോൾ 2/3 കിട്ടി ചെരിവ്. ഇനി നമുക്ക് ഇക്വേഷൻ സമവാക്യം എഴുതാലോ. y - y1 സമം എന്താ സ്ലോപ്പ് ഇൻറ്റു അഥവാ ചെരിവ് ഇൻറ്റു x - x1. y1ന് പകരം ഇവിടെ എന്താ 3. അപ്പോൾ 3 സമം സ്ലോപ്പിന് പകരം എന്താ നമ്മൾ കണ്ടുപിടിച്ചു 2/3 ഇൻറ്റു എക്സ് മൈനസ് x1 എന്താ -1, അതായത് y - 3 സമം 2/3 ഇൻറ്റു എക്സ് മൈനസ് -1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എക്സ് പ്ലസ് 1 അല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ സമവാക്യം ഉണ്ടാക്കാം. ഈ 3നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലേ. ഈ 3 ഈ സൈഡിൽ എന്താ കോമൺ ഡിനോമിനേറ്ററാണ്, കോമൺ ആയിട്ടുള്ള പൊതുവായ ഛേദമാണ്. അപ്പോൾ ഈ 3നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ഈ 3 ഇൻറ്റു ഇവിടെ ആരൊക്കെ ഉണ്ട് 3y എന്ന് എഴുതരുത് കേട്ടോ. ചില കുട്ടികൾ എന്ത് ചെയ്യും 3നെ ഇങ്ങോട്ട് കൊണ്ടുവരും 3y - 3 എന്ന് എഴുതും. അങ്ങനെയാണോ? അല്ല. ഈ 3 ആർക്കൊക്കെ അവകാശപ്പെട്ടതാ? ഈ വൈക്കും ഈ -3നും. ഇവർ 2 പേർക്ക് അവകാശപ്പെട്ടതാ. ഈ സൈഡിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ 3ൽ അവകാശമുണ്ട്. അപ്പോൾ ഈ 3നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കണം y - 3. അതായത് ഈ 3 ആർക്കൊക്കെ ഉണ്ട് വൈക്കും ഉണ്ട് -3നും ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പം 3 ഇൻറ്റു y - 3 സമം 2. ഇനി ഇവിടെ ആരോ ഉള്ളത് 3 പോയി. ഇനി ഇവിടെ ഉള്ളത് 2 ഇൻറ്റു എക്സ് പ്ലസ് 1. കിട്ടിയില്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ എത്തിയപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ചെരിവ് നമുക്ക് എന്ത് കിട്ടി? ഒരു ഭിന്നസംഖ്യയായിട്ട് കിട്ടിയില്ലേ. നേരത്തെയൊക്കെ എന്തായിരുന്നു ഇൻറ്റിജർ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നമ്പേഴ്സ് ആയിരുന്നു, ഭിന്നസംഖ്യ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഭിന്നസംഖ്യ വന്നപ്പോൾ എന്ത് ചെയ്യാം ഈ 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതെന്തായി 3 ഇൻറ്റു y - 3 സമം 2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. 3 ഇൻറ്റു y - 3 2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം 3 ഇൻറ്റു വൈ എന്താ 3y മൈനസ് 3 ഇൻറ്റു -3 എന്താ -9. 3 ഇൻറ്റു 3 9, അപ്പം -9. 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു 1 പ്ലസ് 2. കിട്ടിയില്ല. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി നന്നാക്കി വയ്ക്കുക. 2xനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3y, അല്ലെങ്കിൽ നമുക്ക് 3yനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x 3y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി -3y. ഇനി ഇവിടെ ആരുണ്ട് 2 ഉണ്ട്. ഈ 9നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതെന്താവും +11 അല്ലേ, +9 ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 9 കൂടി വന്നു. ഇനി ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടോ? 3y ഇങ്ങോട്ട് പോയി, 9 ഇങ്ങോട്ടേക്ക് പോയി. ഇനി ഇവിടെ ആരോ ഉള്ളത് 0. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം 2x - 3y + 11 = 0. അപ്പോൾ ഇതാണ് എന്ത് സമവാക്യം, ഈ വരയുടെ സമവാക്യം. മനസ്സിലായല്ലോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടോ? ഇത് ഒന്നും ചെയ്തില്ലേ, പ്രത്യേകിച്ച് നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. 3 കൊണ്ട് ഇത് 2ഉം ഇൻറ്റു ചെയ്തു, 2 കൊണ്ട് ഇത് 2നെ ഇൻറ്റു ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ടേക്കും കൊണ്ടുവരാൻ കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും 3y, ഈ 2x ഇങ്ങോട്ട് വരുമ്പോൾ 3y - 2x ആവും. ഇനി ഇവിടുത്തെ 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും. അപ്പോൾ ഇവിടെ ഓൾറെഡി -9 ഉണ്ട്. അപ്പോൾ ഈ ഈക്വേഷൻ എന്താവും 3y - 2x - 11 = 0. ഇങ്ങനെയായാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. xy എന്ന ബിന്ദു ഈ വരയിലാണെങ്കിൽ x + 3 y + 2 എന്ന ബിന്ദുവും ഈ വരയിൽ തന്നെയാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഈ വരയുടെ സമവാക്യം നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു 2x - 3y + 11 = 0. ഇതാണ് നമുക്ക് കിട്ടിയ വരയുടെ സമവാക്യം. ഇക്വേഷൻ ഓഫ് ദാറ്റ് ലൈന് 2x - 3y + 11 = 0. അപ്പോൾ അതിലെ എക്സും വൈയും ആണ് എന്ത് ആ വരയിലുള്ള ബിന്ദു അല്ലേ. ഈ വരയിലെ പോയിൻ്റ് ഏതായിട്ട് എടുത്തിരിക്കണം എക്സ് വൈ. അപ്പോൾ ഇവിടെ എക്സും വൈക്കും പകരം എന്തെടുക്കണം x + 3 എടുക്കണം, y + 2 എടുക്കണം. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ എക്സിന് പകരം നമ്മൾ x + 3 കൊടുക്കുക, വൈക്ക് പകരം y + 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു x + 3 -
3 × y+2 + 11 = 0. ഇതിൽ തന്നെയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇത് കൊടുക്കുമ്പോഴും നമുക്ക് എന്ത് സമവാക്യം കിട്ടണം? ഈ വരയുടെ പൊതുവായ സമവാക്യമാണ് ഇത്. അപ്പോൾ ഈ എക്സിൽ ഏത് ബിന്ദു കൊടുത്താലും ഈ വരയിലുള്ള ബിന്ദു ആണെങ്കിൽ ഈ സമവാക്യം എങ്ങനെ തന്നെ കിട്ടണം? അവസാനം ഇത് തന്നെയായിട്ട് കിട്ടണം. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 2 × x എന്താ? 2x. 2 × 3 + 6. ഇനി -3 × y -3y. -3 × 2 എത്രയാ? -6 + 11 = 0. ഇതിലിവിടെ എന്തുണ്ട്? 2x ഉണ്ട്. ഇവിടെ എന്തുണ്ട്? -3y ഉണ്ട്. ഇവിടെ എന്താണ്? +6ഉം -6ഉം. അതെന്തായും പോയി? 0. ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? +11 = 0. നമുക്ക് കിട്ടിയോ? ഏത് സമവാക്യം തന്നെ, ഏത് ഇക്വേഷൻ തന്നെ കിട്ടി? നമ്മളുടെ ആ ലൈനിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ വില ഇതും വൈയുടെ വില y+2ഉം കൊടുത്തപ്പോൾ നമുക്ക് ഇതേ ഇക്വേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ x+3 എന്ന ഇതും y+2 ഇത് ഈ പോയിൻ്റ്, ഈ സൂചക സംഖ്യകളുള്ള ആ ബിന്ദു, ആ പോയിൻ്റ് ഏത് ലൈനിലാണ്? ഈ ലൈനിൽ തന്നെയുള്ള പോയിൻ്റുകളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ആ ലൈനിലുള്ള പോയിൻ്റാണെന്ന് തെളിയിച്ചു. കിട്ടിയില്ല?